ഒരു ഇന്ത്യക്കാരൻ കഥയെഴുതി സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചിത്രം ആദ്യമായി ഹോളിവുഡിലേക്ക്. ഒരു മലയാളി കഥയെഴുതി സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചിത്രം ആദ്യമായി ഓസ്കാർ ലൈബ്രറിയിലേക്ക്. കേരളം പ്രമേയമാകുന്ന മുഖ്യ പശ്ചാത്തലമാകുന്ന ആദ്യത്തെ ഹോളിവുഡ് ചിത്രം. ഇങ്ങനെ ഡാം 999 എന്ന ചിത്രത്തിന് സവിശേഷതകൾ ഏറെയാണ്. ഇതാണ് ഡാം 999നെയും സോഹൻ റോയ് എന്ന മലയാളിയെയും ശ്രദ്ധേയമാക്കുന്നത്. സോഹൻ റോയിയെ പരിചയപ്പെടാം. ഡാം 999ന്റെ വിശേഷങ്ങൾ കാണാം ഇപ്പോൾ. സോഹൻ റോയ് എന്ന പേര് മലയാളികൾക്കേറെയൊന്നും പരിചിതമല്ല. മലയാള സിനിമാ ലോകത്തോ ബോളിവുഡിലോ ഈ പേര് മുമ്പ് കേട്ടിട്ടില്ല. സിനിമാ പോസ്റ്ററുകളിലും മാഗസിനുകളിലും ഈ പേര് കണ്ട് പരിചിതമല്ല. പക്ഷേ മറൈൻ രംഗത്തുള്ളവർക്ക് സോഹൻ റോയ് എന്ന ബിസിനസ്സുകാരനെ അറിയാം. മറൈൻ ടിവിയുടെ അമരക്കാരനായ സോഹൻ റോയ് എന്ന മലയാളിയെയും അറിയാം. മറൈൻ ടിവിയിലുള്ള പരിചയം തന്നെയാണ് സോഹൻ റോയ് എന്ന ബിസിനസ്സുകാരനെ സിനിമയുടെ മായിക ലോകത്തേക്ക് ആകർഷിക്കുന്നതും. മറൈൻ ടിവിയുടെ ഭാഷ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അമരക്കാരൻ സിനിമയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അത് ഇംഗ്ലീഷിലായത് അത്ഭുതമില്ല. സിനിമാ നിർമ്മാണം എന്ന ആഗ്രഹം മനസ്സിൽ കയറിയപ്പോൾ തന്നെ ഒരു മലയാളിയാണെങ്കിലും സോഹൻ റോയ് മലയാള ചിത്രത്തെക്കുറിച്ച് ചിന്തിച്ചതേയില്ല. കണ്ണും മനസ്സും അയച്ചത് ഹോളിവുഡിലേക്കാണ്. പിന്നെ വർഷങ്ങളുടെ പഠനം, മനനം, കാത്തിരിപ്പ്, പരിശ്രമം. അതിനൊടുവിലെപ്പോഴോ ഡാം 999 എന്ന കഥ മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു. ഞാൻ ബേസിക്കലി ഷിപ്പ് ഡിസൈനറാണ്. അപ്പം വേൾഡ് വൈഡാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പോകുന്നുണ്ട്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവിലാണ് എൻ്റെ തിങ്കിങ് മുഴുവൻ. അങ്ങനെ വിചാരിച്ചു ഏതായാലും ഒരു പ്രോജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ മലയാളത്തിൽ ചെയ്താലും ഇംഗ്ലീഷിൽ ചെയ്താലും എഫേർട്ട് ഈസ് ഓൾമോസ്റ്റ് സെയിം. പക്ഷേ അത് കുറച്ചുകൂടെ ഗ്ലോബൽ റീച്ച് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ എന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവിലേക്ക് പോയത്. അതുമല്ല, ഈ ഡാം എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് തന്നെ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, ലോകം മുഴുവൻ ഉള്ളൊരു പ്രശ്നമാണ്, അന്താരാഷ്ട്ര പ്രശ്നമാണ്. മാത്രമല്ല ബൈ 2020 ഏതാണ്ട് 40,000 ഡാമുകൾ, മുല്ലപ്പെരിയാർ ഡാം പോലെ പ്രശ്നത്തിലുള്ള ഡാമുകൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. അപ്പം അത് ലോകത്തിൻ്റെ തന്നെ കണ്ണു തുറപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഒരു പ്രദേശത്തിലെ മനുഷ്യർക്ക് മുന്നിൽ തീർക്കുന്ന ഭീഷണി ചെറുതല്ല. ഏതു സമയവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതം കണക്കെ അത് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നു. ഈ ചിന്ത മനസ്സിൽ അസ്വസ്ഥത സൃഷ്ടിച്ചപ്പോൾ തുടങ്ങിയ അന്വേഷണം കണ്ടെത്തിയത് ഒരു മുല്ലപ്പെരിയാർ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 100 കണക്കിന് അണക്കെട്ടുകൾ അഗ്നിപർവ്വതങ്ങൾ കണക്കെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതു സമയവും പൊട്ടിത്തകരാമെന്ന അവസ്ഥയിൽ. ഈ കഥ ഒരു ഹോളിവുഡ് ചിത്രമാക്കാൻ ശ്രമിച്ചപ്പോൾ കടമ്പകളേറെയായിരുന്നു. ഒരു സാധാരണ മലയാളിക്ക് തരണം ചെയ്യാൻ അസാധ്യമെന്ന് തോന്നാവുന്ന കടമ്പകൾ. പക്ഷേ സോഹൻ റോയിയുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ കടമ്പകൾ പ്രതിബന്ധങ്ങളെയായില്ല. ഡാം പൂർത്തിയാവുക തന്നെ ചെയ്തു. പ്രതിസന്ധികൾ വന്ന സമയത്ത് കുറച്ച് വിഷമമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാക്കി ഇത് ഞാനല്ല, ഇനി ആര് വന്നു കഴിഞ്ഞാലും അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് ഫേസ് ചെയ്യുക. പക്ഷേ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ റിലീസിൻ്റെ സമയത്ത് ഇത് കംപ്ലീറ്റ് ഇപ്പം കേരളം മുഴുവൻ സമരമാണ്. ഇത് റിലീസ് ചെയ്യപ്പെടുമെന്ന് പോലും ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. പക്ഷെ അതൊന്നുമല്ല, ഇതിൻ്റെ ഡെസ്റ്റിനി ഈസ് ഡിസൈഡഡ്. ഞങ്ങളുടെ ഈ മൂവിയിൽ തന്നെ ഞങ്ങൾ കൊടുക്കുന്ന മെസ്സേജാണ് ഡെസ്റ്റിനി ഈസ് ഡിസൈഡഡ് ആൻഡ് ഇറ്റ്സ് ബൈ യുവർ കർമ്മ. അപ്പം നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഡെസ്റ്റിനി ഈസ് ഓൾറെഡി ഡിസൈഡഡ്. നമുക്കായിട്ടത് പ്രത്യേകിച്ച് ഒന്നും ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇഫ് ഇറ്റ് ഈസ് ദ ഫേറ്റ് ഈസ് അക്കോർഡിംഗ്ലി വി നീഡ് ടു ഫേസ് ഇറ്റ്. അതുകൊണ്ട് പിന്നെ കുറച്ചുകൂടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടാമത്തെ മൂവി ഞങ്ങൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ യൂറോപ്പിൽ പോയാൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റെക്കോർഡ് ടൈമിൽ അത് തീർക്കാൻ പറ്റി. പിന്നെ കുറച്ചുകൂടെ വർക്ക് കൾച്ചർ നമ്മൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല പ്രോജക്ട്സ് വരും. അത് ആൾ ഓഫ് എ സഡൻ ഒന്നും മാറാൻ ചാൻസ് ഇല്ല. പക്ഷെ നാളെ മാറിക്കൂടായില്ല. ഇത് എല്ലാ കാലഘട്ടത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നൊരു പ്രശ്നം തന്നെയാണ്. സാങ്കേതിക തികവിൽ ഹോളിവുഡിലെ ഏതൊരു ചിത്രത്തോടും കിടപിടിക്കുന്നതാണ് ഡാം. ഇന്ത്യൻ സിനിമ മൊത്തത്തിൽ സാധാരണ ഏതാണ്ട് ഒരു 25 വർഷത്തോളം ഹോളിവുഡിൽ നിന്ന് പിറകിലാണ്. പക്ഷേ ഈ ഒരു ചിത്രത്തോടുകൂടി മിക്കവാറും എനിക്കൊന്ന് ആ ഗ്യാപ്പ് ഏതാണ്ട് 1 വർഷമായിട്ട് കുറയുന്ന ഒരവസ്ഥയാണ്. കാര്യം ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2D to 3D കൺവെർഷൻ 2D to 3D കൺവെർഷൻ വന്നിട്ട് വെറും 2 വർഷത്തിന് മുമ്പാണ് ഫസ്റ്റ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പകുതി വർക്കോളം 2D to 3D കൺവെർഷൻ തീർക്കാൻ സാധിച്ചു. അപ്പം ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും ബാക്കിയെല്ലാം ഇപ്പം ഇതിനകത്ത് യൂസ് ചെയ്യാത്തതായിട്ട് ഉള്ള ക്യാമറ തന്നെ ഏറ്റവും ഇന്ത്യ തന്നെ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. RESTയിൽ Super 35 നമ്മൾ ചെയ്യുന്നുണ്ട്. സിങ് സൗണ്ട് അബ്സല്യൂട്ട് സിങ് സൗണ്ട്. സാധാരണ സിങ് സൗണ്ടിന് പോയാലും ഒരു ചെറിയ പോർഷനെ സിങ് സൗണ്ട് ചെയ്തുള്ളൂ, ബാക്കിയെല്ലാം എഫക്ട്സ് ആഡ് ചെയ്ത് പോകുന്ന സാധനമാണ്. പക്ഷേ ഇത് അബ്സല്യൂട്ട് സിങ് സൗണ്ട് മൂവിയാണ്.
ചില ആർട്ടിസ്റ്റിനൊന്നും നമ്മൾ രണ്ടാമത് ADR ഞങ്ങൾ വിളിച്ചിട്ട് പോലും ഇല്ല. ഫുൾ അവരുടെ ലൊക്കേഷൻ സൗണ്ട് അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുകയാണ്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണകാലത്ത് നിർമ്മിച്ച് 999 വർഷത്തേക്ക് പാട്ടത്തിന് കൊടുത്ത ഡാമിന്റെ കഥ പറയുമ്പോൾ സോഹൻ റോയ് ഇന്ത്യയുടെ പരമ്പരാഗത വൈദ്യശാസ്ത്രവും ജ്യോതിശാസ്ത്രവും ഭാരതീയ സംഗീതവും വേദമന്ത്രങ്ങളുമെല്ലാം കഥയുടെ ഭാഗമായി തന്നെ ചിത്രത്തിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നു എന്നതും ഡാമിന്റെ പ്രത്യേകതയാണ്. ഇറ്റ്സ് എ നവരസ ബേസ്ഡ് മൂവി. അപ്പം അതിന്റെ ഒരു 9 ആണ്. 1 ഈസ് അസ്ട്രോളജി ബേസ്ഡ് മൂവിയാണ്. അതിന്റെ നവഗ്രഹ ബേസ്ഡിന്റെയാണ് ഒരു 9. പിന്നെ ഉള്ളത് ഇറ്റ്സ് എ വോയേജ് ത്രൂ ദ 9 സീസ് ഓഫ് ലോസ്റ്റ് ലവ് എന്ന് പറയും. നിങ്ങളുടെ പ്രണയം നിങ്ങൾക്ക് 9 രീതിയിൽ നഷ്ടപ്പെടാമെന്ന് ഈ ചിത്രത്തിലൂടെ ഞങ്ങൾ കാണിക്കുകയാണ്. 2 കഥാപാത്രങ്ങൾ അവർ ഈ 9 നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിന്റെയാണ് ആ മൂന്നാമത്തെ 9. ഡാം 999 മാത്രമല്ല, സോഹൻ റോയ് നിർമ്മിച്ച് രൂപേഷ് പോൾ സംവിധാനം ചെയ്ത സെയിന്റ് ഡ്രാക്കുള എന്ന 3D ചിത്രവും സാങ്കേതിക തികവിനാലും കഥയുടെ വൈവിധ്യം കൊണ്ടും ശ്രദ്ധേയമാണ്. ഡ്രാക്കുള ഇതിൽ ക്രൂരനായ രക്തദാഹിയല്ല, ഒരു റൊമാൻറ്റിക് ഹീറോയാണ്. പ്രണയിക്കുന്ന കാമുകിയെ അതിരറ്റ് സ്നേഹിക്കുന്ന വിശുദ്ധനായ ഡ്രാക്കുള. റൊമാനിയയിൽ ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു വാമ്പയർ അല്ല, അവിടെ ഒരു നാഷണൽ ഹീറോയാണ്. അവിടുത്തെ ഓർത്തഡോക്സ് സഭയിലെ ഒരു സെയിന്റ് ആണ്. ഏതെങ്കിലും റൊമാനിയക്കാരനോട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളി ഡ്രാക്കുള എന്ന് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ കസേരന്ന് എണീക്കും. അത്ര റെസ്പെക്റ്റ് ആണ് അവർക്ക് ഡ്രാക്കുളയെ കുറിച്ച്. ആ ഡ്രാക്കുളയാണ് ബ്രാം സ്റ്റോക്കർ പിടിച്ചിട്ടൊരു വാമ്പയറായിട്ട് മാറ്റിയത്. ബ്രിട്ടീഷ് നടി ലിൻഡ അർസീനിയോ, ഹോളിവുഡ് നടൻ ഫെഡറിക് സ്മിത്ത് എന്നിവർക്ക് പുറമെ രജത് കപൂർ, വിമല രാമൻ, വിനയ് റോയ്, ടുലിപ് ജോഷി, ആശിഷ് വിദ്യാർത്ഥി എന്നിവരാണ് ഡാം 999 പ്രധാന അഭിനേതാക്കൾ. ഇതൊരു താരാധിഷ്ഠിതമായിട്ടുള്ളൊരു ചിത്രമല്ല, ഇതൊരു നവരസ ബേസ്ഡ് മൂവിയാണ്. 9 കഥാപാത്രങ്ങളിലൂടെ നമ്മൾ ആ നവരസ കൺസെപ്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകളെ നോക്കി, അതുപോലെ കഥയനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് മലയാളികളെ തിരുക്കി കയറ്റാനുള്ള മാർഗ്ഗമില്ല. ആ ഉണ്ടായിരുന്ന ഒരു റോള് അത് തിരഞ്ചേട്ടന് വേണ്ടി വെച്ചിരുന്നതാണ്. ഒരു മലയാളി വൈദ്യരുടെ റോളായിരുന്നു അത്. പിന്നീട് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയിട്ട് ഒരു തമിഴ് ബ്രാഹ്മണൻ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടാണ് രജിത് കപൂറിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് മാത്രമല്ല, ഇത് ഇപ്പം ഇന്ത്യയിൽ നിന്നുള്ള ഒരു 5 ആർട്ടിസ്റ്റുകൾ ഞങ്ങൾക്ക് ഇതിനകത്തുണ്ട്. ഈ 5 പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഡിഫറെൻറ്റ് ഫിലിം ഇൻഡസ്ട്രീസിൽ നിന്നാണ് നടക്കുന്നത്. തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും അങ്ങനെ ഡിഫറെൻറ്റ് മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. കാര്യം ഇത് ശരിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ സ്റ്റാമ്പോട് കൂടി പോകുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ടാകണം എന്ന് കരുതി തന്നെയാണ് ഒരു വെറൈറ്റിയിൽ ഇത് ചെയ്തിരിക്കുന്നത്. വാർണർ ബ്രദേഴ്സാണ് ഈ ചിത്രം വിതരണം ചെയ്യുന്നത്. ഇന്ത്യക്കാർ ഒരുക്കിയ ചിത്രം വാർണർ ബ്രദേഴ്സ് വിതരണം ചെയ്യുന്നത് ആദ്യമായാണ്. ഔസേപ്പച്ചൻ സംഗീതം നൽകിയ ഇതിലെ ഗാനങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടുമെന്ന് തന്നെയാണ് സോഹൻ റോയ് ഉറച്ചു വിശ്വസിക്കുന്നത്. ഔസേപ്പച്ചൻ മാഷിനെ സംബന്ധിച്ചുള്ള ഇതൊരു റിസർച്ച് വർക്കാണ്. പുള്ളി അതായത് ഇന്ത്യയുടെ മ്യൂസിക്കൽ ഹിസ്റ്ററി കൂടെയുള്ളൊരു യാത്രയാണ്. നമ്മുടെ മ്യൂസിക്കിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ടുള്ള രജിസ്റ്റേർഡ് മ്യൂസിക് വന്നിരിക്കുന്നത് വേദമന്ത്രങ്ങളിലാണ്. അന്ന് ഏത് രാഗത്തിൽ എങ്ങനെ അത് ചൊല്ലിയിരുന്നോ അത് തന്നെയാണ് ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ശാന്തി മന്ത്രത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് ഡിഫറെൻറ്റ് മേഖലയിലൂടെ കടന്നിപ്പം ഗസൽസിലൂടെയും നമ്മുടെ ഇരയമ്മന്തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവിലൂടെയൊക്കെ കടന്നു മോഡേൺ ഇന്നത്തെ കുട്ടികളുടെ റാപ്പിലൂടെ എല്ലാം കടന്നു പോകുന്ന രീതിയിലാണ് ഇതിനകത്ത് മ്യൂസിക് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഡാമിന്റെ വിഷ്വൽ എഫക്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇന്ത്യയിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. മലയാളത്തിലുള്ള ഒരു ഗാനവും ഇതിലുണ്ട്. ഹരിഹരൻ, ശ്രേയ ഘോഷാൽ, തമ്പി ആന്റണി, KS ചിത്ര, P ജയേന്ദ്രൻ തുടങ്ങിയ പ്രമുഖർ ഡാമിന് കരുത്തേകുന്നു. ഡാം ഈ മാസം 24 തിയേറ്ററുകളിലെത്തും. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. കേരളത്തിന്റെ കഥ പറയുന്ന ഈ ചിത്രം ലോകരംഗത്ത് ശ്രദ്ധിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, ആശംസിക്കാം. അതിനായി കാത്തിരിക്കാം.